ചോദ്യം മാക്സിമം ഡിമാൻഡ് ഓഫ് ഇൻസ്റ്റലേഷൻ വിൽ ബി. ഒരു പ്രതിഷ്ഠാപനത്തിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ കണക്റ്റഡ് ലോഡ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണക്റ്റഡ് ലോഡ്, ഗ്രേറ്റർ ലെസ് ദാൻ കണക്റ്റഡ് ലോഡ്, നോ റിലേഷൻ വിത്ത് കണക്റ്റഡ് ലോഡ്. ഇങ്ങനെ 4 ഓപ്ഷനുകളിലാണ് തന്നേക്കുന്നത്. പിന്നെ അതിൻ്റെയും അടുത്ത ക്വസ്റ്റിൻ്റെ ഒന്നിച്ച് നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. ഇഫ് ദ ടോട്ടൽ കണക്റ്റഡ് ലോഡ് ഈസ് 50 കിലോ വാട്ട് ആൻഡ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് 2, വാട്ട് വിൽ ബി ദ മാക്സിമം ഡിമാൻഡ്. അതായത് കണക്റ്റഡ് ലോഡ് 50 കിലോ വാട്ടാണ്, അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷ്ഠാപനത്തിന് മാക്സിമം ഡിമാൻഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ചോദ്യത്തിന് ഒറ്റ രീതിക്ക് ഉത്തരം പറയാം. അതായത് ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു ഫാക്ടറി ഉണ്ടെന്ന് വയ്ക്കുക. ആ ഫാക്ടറിയിൽ 10 മെഷീനുകളുണ്ട്. എല്ലാം 5 കിലോ വാട്ട് വീതമുള്ളതാണ് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് എത്ര ടോട്ടൽ കണക്റ്റഡ് ലോഡ് അങ്ങനെ 50 കിലോ വാട്ട് ഉണ്ട്. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ 2 എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ തന്നു. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടറും മാക്സിമം ഡിമാൻഡും കണക്റ്റഡ് ലോഡും തമ്മിലുള്ള ബന്ധമാണ് അതിൻ്റെ ഒരു ഇക്വേഷനാണ് നിങ്ങൾ കാണുന്നത്. മാക്സിമം ഡിമാൻഡ് എന്നാൽ MD = കണക്റ്റഡ് ലോഡ് ഹരണം ഡൈവേഴ്സിറ്റി ഫാക്ടറാണ്. അതായത് അതിൻ്റെ സംഭവം ഇത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇതിൽ 50 കിലോ വാട്ട് കണക്റ്റഡ് ലോഡ് ഉണ്ട്. ഡൈവേഴ്സിറ്റി ഫാക്ടർ 2 ആണെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 50 കിലോ വാട്ട് 10 മെഷീൻ ഉണ്ടെന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. 10 മെഷീൻ വെച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അറ്റ് എ ടൈം അതിൻ്റെ പകുതി മെഷീൻ, അസ്യൂമിങ് 50% ഓഫ് ദ മെഷീൻസ് ഒറ്റ ടൈമിൽ ഓടുള്ളൂ എന്നാണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 50 കിലോ വാട്ടിൻ്റെ ഇത് 10 മെഷീനിൽ 5 മെഷീനെ അറ്റ് എ ടൈം ഓടുള്ളൂ എന്നുള്ള അസംഷനാണ് ഈ /2 കൊണ്ട് ചെയ്യാനുള്ള ഒരു രീതി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 2 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ അടുത്ത് ആദ്യത്തെ ചോദ്യം ചോദിച്ചാൽ മാക്സിമം ഡിമാൻഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ മനസ്സിലായില്ലേ, നമ്മൾ മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡിനേക്കാളും ഇപ്പോൾ പകുതിയായിട്ടൊക്കെ എടുക്കുന്നത്. ഇത് പകുതി എന്നുള്ളത് അസംഷനാണ്. ചിലതിൽ ചിലപ്പോൾ 1.5 വെച്ച് നമുക്ക് ഹരിക്കാറുണ്ട്, ചിലത് 1.75 വെച്ച് ഹരിക്കാറുണ്ട്, ചിലതിൽ ഇത് 2 കൂടുതൽ എടുക്കാറുണ്ട്. അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ എടുത്താലും മാക്സിമം ഡിമാൻഡും കണക്റ്റഡ് ലോഡിനേക്കാളും കുറവ് വരാനാണ് സാധ്യത ഇതിൽ. അതായത് നമ്മളെന്തായാലും മാക്സിമം ഡിമാൻഡ് ചെയ്യുമ്പോൾ കണക്റ്റഡ് ലോഡിനെ എന്തെങ്കിലും പകുതി വെച്ചോ അല്ലെങ്കിൽ 3/4 വെച്ചൊക്കെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും കൂടുതൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഉത്തരത്തിൻ്റെ മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡിനേക്കാളും ലെസ് ദാനായിട്ട് ചിലപ്പോൾ ഈക്വൽ ടു വരാം. ഇപ്പോൾ 50 കിലോ വാട്ടിൻ്റെ കേസ് 10 മെഷീൻ ഉണ്ട്. ആ 10 മെഷീൻ ഒരേ ടൈം ഫുള്ളും വർക്ക് ചെയ്യാം. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡ് സെയിം ആണ്. ആ ടൈമിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ 1 ആണ്. 50/1 50 എന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. എന്നിരുന്നാൽ അത് കൂടുതൽ നമുക്ക് ഉള്ള മെഷീന് കൂടുതൽ എന്തായാലും ലോഡ് ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ മാക്സിമം ഡിമാൻഡും കണക്റ്റഡ് ലോഡും മാക്സിമം സെയിം ആവാം, അല്ലെങ്കിൽ കണക്റ്റഡ് ലോഡിനേക്കാളും കുറവായിരിക്കാം മാക്സിമം ഡിമാൻഡ് എന്നുള്ള ഉത്തരം ഓപ്ഷൻ B ആണ് അതിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനും ഓൾറെഡി ഉത്തരം പറഞ്ഞിരുന്നു. ടോട്ടൽ കണക്റ്റഡ് ലോഡ് 50 കിലോ വാട്ടാണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ 2 ആണെങ്കിൽ മാക്സിമം ഡിമാൻഡ് എത്ര വന്നു? 50/2, അതായത് 25 കിലോ വാട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് കനോട്ട് ബി അണ്ടർടേക്കൺ ബൈ C ക്ലാസ് കോൺട്രാക്ടർ. അപ്പോൾ C ക്ലാസ് കോൺട്രാക്ടറുടെ എവിടം വരെയാണ് വർക്ക് ചെയ്യാനുള്ള ഇതുള്ളത്? ഇതിൻ്റെ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോയിലെങ്കിലും. ITI യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വയർമാൻ ലൈസൻസ് നേടിയവർക്ക് 3 വർഷം വയർമാൻ ജോലി പരിചയം നേടാം. അതായത് ഒരു B ക്ലാസ്സോ A ക്ലാസ്സോ കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ അല്ലെ C ക്ലാസ് കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാം. അവരുടെ അണ്ടറിൽ ചെയ്തതിന് ശേഷം C ക്ലാസ് കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. B ക്ലാസ്സോ A ക്ലാസ്സോ കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് 3 വർഷം പ്രവൃത്തി പരിചയം നേടി എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടണം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ITI കഴിയാത്തവർക്കാണെങ്കിൽ ITI കഴിയാതെ വയർമാൻ ലൈസൻസ് എടുത്തവർക്കാണെങ്കിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആണ് ഇത് പറയുന്നത്. അങ്ങനെ നേടിയ പക്ഷം നമുക്ക് C ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രവൃത്തി പരിചയം നേടിയതിന് ശേഷം അതാത് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അപേക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, കൂടിക്കാഴ്ച ഉണ്ടാവും. അപ്പോൾ അത് നിന്ന് യോഗ്യത ഓക്കെ ആണെന്ന് കണ്ടിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൽകുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡിൽ നിന്ന് C ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10 കിലോ വാട്ട് വരെയുള്ള കണക്റ്റഡ് ലോഡുകളുടെ സിംഗിൾ ഫേസ് 3 ഫേസ് വയറിങ് ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാം. അപ്പോൾ അതിൽ 8 മീറ്റർ കൂടുതലുള്ള കെട്ടിടങ്ങളുടെ വയറിങ് ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ പാടില്ല.
പിന്നെ ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളുടെയും വിവരം വർക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ രേഖപ്പെടുത്തി തന്നിട്ട് അത് നമ്മുടെ അധികാരികൾക്കും മുമ്പൊക്കെ പരിശോധനയ്ക്ക് സമർപ്പിക്കാൻ അവർ ചോദിച്ചാൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ സി ക്ലാസ് കോൺട്രാക്ട് ഏറ്റെടുത്ത് നടത്താൻ പാടില്ലാത്ത ഇതിൻ്റെ അകത്ത് വരുന്നത് 3 ഫേസ് 5 HP മോട്ടറൊക്കെ നമ്മൾ പറഞ്ഞ 10 കിലോവാട്ടിനകത്ത് തന്നെയാണ്. നിയോൺ സൈൻ ബോർഡ് അതിൻ്റെ അകത്ത് വരുന്നതാണ്. പക്ഷേ എക്സ്റേയുടെ മാത്രം സെപ്പറേറ്റ് വേറെ ലൈസൻസ് ഉണ്ട്. എക്സ്റേയുടെ ചെയ്യാൻ വേണ്ടി എക്സ്റേ ലൈസൻസ് വേറെ സെപ്പറേറ്റ് ഉണ്ട്. അതൊഴിച്ച് എല്ലാം ഈ പറഞ്ഞ രണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞങ്ങനെ ഏത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഓഫ് സ്മോൾ എക്സ്റേ, സ്മോൾ രാജ്യമായാലും എക്സ്റേ ചെയ്യാൻ അതിന് വേറെ ലൈസൻസ് തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഫാൻ ഈസ് നോട്ട് വർക്കിംഗ് വെൻ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓൺ, വാട്ട് മേ ബി ദ റീസൺ. അപ്പോൾ ഫാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അത് പ്രവർത്തിക്കുന്നില്ല, എന്ത് കാരണത്താലായിരിക്കും പ്രവർത്തിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ഒരു ചോദ്യം പിന്നെ ഫാൻ ആൻഡ് റെഗുലേറ്റർ ആർ കണക്റ്റഡ് ഇൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഒന്നിച്ച് പറയാം. ഇതൊരു ഫാനിൻ്റെ കണക്ഷനാണ് കാണുന്നത്. ന്യൂട്രൽ നേരെ ഫാനിലേക്ക് ചെല്ലണം, അതിൻ്റെ ഫാനിൻ്റെ കണക്ടറിലേക്ക് ചെല്ലുന്ന കാണാം. ഫേസ് ആണെങ്കിൽ ആദ്യം സ്വിച്ച് കയറി പിന്നെ അതിൽ നിന്ന് റെഗുലേറ്റർ കയറി റെഗുലേറ്ററിൻ്റെ ഔട്ട് പോയിട്ട് നമ്മുടെ കണക്ടറിൽ കയറി അതിൽ നിന്ന് ഫാനിലേക്ക് പോകുന്നതാണ്. പിന്നെ ഫാനിൻ്റെ ന്യൂട്രലും വേറൊരു വൈൻഡിങ്ങിൻ്റെ ഇടയിലാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ, ഫാൻ വർക്ക് ചെയ്യുന്നില്ല, എന്തായിരിക്കും കാരണം? ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളിൽ സ്വിച്ച് വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, സപ്ലൈ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, കപ്പാസിറ്റർ വർക്ക് ഡാമേജ് ആയതുകൊണ്ടും ആകാം, പിന്നെ അതിൻ്റെ ബിയറിങ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എന്തും ആവാം. അപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം ഫാൻ കറങ്ങാണ്ടിരിക്കാനുള്ള സാധ്യതകൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. കപ്പാസിറ്റർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ഇത് വർക്ക് ചെയ്യില്ല. സ്റ്റാർട്ടിങ് ഒരു കറക്കം കൊടുക്കാനാണ് ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. അത് ഇല്ലെങ്കിൽ പറ്റില്ല. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് കറങ്ങാനുള്ള അതിൻ്റെ ബിയറിംഗ് എന്തെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴും കറങ്ങില്ല, സപ്ലൈ ഇല്ലെങ്കിലും കറങ്ങില്ല. അപ്പോൾ ഓപ്ഷൻ ഡി, ഓൾ ദ എബവ് ആണ് ഇതിൽ കറക്റ്റ് ഉത്തരം. ഇനി ഫാൻ ആൻഡ് റെഗുലേറ്റർ കണക്റ്റഡ് ഇൻ, എന്തായിരുന്നു നമ്മളിപ്പോൾ കണ്ടിരുന്നു. സ്വിച്ച് കയറി റെഗുലേറ്റർ കയറി അങ്ങനെ പോകുന്നത്. അതായത് ആ ഫേസിൽ സീരീസ് ആയിട്ടാണ് ഫാനും റെഗുലേറ്ററും തമ്മിൽ ഘടിപ്പിച്ച് എങ്ങനെയെന്ന് കാണാൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൽ കറക്റ്റ് ഉത്തരം.